ഹലോ ആൻഡ് വെൽക്കം ടു അനദർ വീഡിയോ. ഓസ്ട്രേലിയയിലെ ബെഡ് സൈഡ് നഴ്സിംഗിൽ നിന്ന് നേഴ്സ് കൺസൾട്ടൻറ്റ് എന്ന റോളിലേക്ക് ഉള്ള എൻ്റെ ട്രാൻസിഷനെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. പലരും കരിയർ അഡ്വൈസിനായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. നേഴ്സ് കൺസൾട്ടൻറ്റ് ജോബ് എങ്ങനെയാണ് കിട്ടുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നറിയാനായിട്ട്. ഇന്നലെ കൂടി എനിക്ക് 2 കോളുകൾ വന്നായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ള വീഡിയോസിൽ നിന്ന് മാറി ഇന്ന് ആദ്യമായിട്ട് ഒരു ഹെൽത്ത് കെയർ സെക്ടറിലെ വീഡിയോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. എൻ്റെ പേര് ഫെമി. മെൽബണിൽ ഞാനൊരു പബ്ലിക് ഹെൽത്തിൽ നേഴ്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അറിയുവാൻ കൂടുതൽ താല്പര്യം നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒത്തിരി ഇൻട്രൊഡക്ഷൻ തന്ന് ഞാൻ സമയം കളയുന്നില്ല. വളരെ ഇൻഫോർമലായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇൻഫോർമൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ആരും ഓടരുതേ. അവസാനം വരെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുതേ എന്ന് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ആദ്യമായിട്ട് എൻ്റെ കരിയർ ജേണി എങ്ങനെയായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. 2010 ജാനുവരി 1 ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് ആദ്യത്തെ 3 മന്ത്സ് കൊണ്ട് ഇനീഷ്യൽ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ഫോർ ഓവർസീസ് നഴ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ആ പ്രോഗ്രാമിന് ശേഷം പല ഹോസ്പിറ്റൽസിലേക്കും ജോലിക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അതിന് പ്രകാരം മെൽബണിലുള്ള ഒരു ഹോസ്പിറ്റൽ എന്നെ ജോലിക്ക് വേണ്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു. അവിടെ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി പാസ്സായി. സർജിക്കൽ വാർഡായിരുന്നു അത്. ഒരു കൊളോറക്ടൽ, എൻഡോക്രൈൻ ആൻഡ് യൂറോളജി യൂണിറ്റാണ് ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജോലി കിട്ടിയ വാർഡ്. അതിനു മുമ്പായി ഇന്ത്യയിലും ഞാനൊരു സർജിക്കൽ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ സ്റ്റാഫ് നഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയിലെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് സാധിക്കുകയും അതിന് പ്രകാരമാണ് എനിക്കിവിടെ ജോലി ലഭിക്കുകയും ചെയ്തത്. ഇന്ത്യയിൽ ഏകദേശം 5 ഇയേഴ്സും ഓസ്ട്രേലിയയിൽ 3 ഇയേഴ്സും വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതിന് പ്രകാരം ഞാനൊരു മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. ഇനീഷ്യൽ ഡേയ്സ് ഓഫ് മൈ നഴ്സിംഗ് കരിയർ ഓൺവേർഡ്സ് മുതൽക്ക് തന്നെ എനിക്ക് പോളിസി മേക്കിംഗ്, റിഫോർമേഷൻ അല്ലെങ്കിൽ സിസ്റ്റം ചേഞ്ച് എന്നൊക്കെയുള്ള ടോപ്പിക്സിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. അതായത് ഗവേണൻസ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഞാൻ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. പലരുടെയും അഡ്വൈസ് സീക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനാണ് ഞാൻ ജോയിൻ ചെയ്തത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, കൊളോറക്ടൽ, എൻഡോക്രൈൻ ആൻഡ് യൂറോളജി വാർഡിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അതിന് പ്രകാരം എൻ്റെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം യൂറോളജി ആൻഡ് കോണ്ടിനൻസ് മാനേജ്മെൻറ്റ് എന്ന മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ് ടൈറ്റിലാണ് ഞാൻ അന്ന് ചൂസ് ചെയ്തത്. നമ്മൾ ഓസ്ട്രേലിയയിൽ പഠിക്കാനായിട്ട് വരുമ്പോൾ ഇവിടെയുള്ള ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഫുൾ ടൈം സ്റ്റുഡൻ്റായിട്ട് നമ്മൾ പഠിക്കണം എന്നില്ല. പകരം പാർട്ട് ടൈം ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. 3 വർഷത്തെ കോഴ്സ് 5 വർഷം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് പഠിച്ചു തീർക്കാം. അങ്ങനെ നമുക്ക് സ്ലോലി പഠിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഞാൻ പാർട്ട് ടൈമായിട്ടാണ് കോഴ്സിന് ജോയിൻ ചെയ്തത്. ഇതുകൂടാതെ പാർട്ട് ടൈം പഠിക്കുന്നത് മാത്രമല്ലാതെ നമുക്ക് ഈ പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് എക്സിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ അങ്ങനെ എൻ്റെ പ്രോഗ്രാം ചെയ്ത് 3 ഇയേഴ്സിൻ്റെ കോഴ്സാണല്ലോ, അതിൽ ഞാൻ ഫസ്റ്റ് ഇയർ ആയപ്പോൾ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റായി. കാരണം കുടുംബമുണ്ട്, കുട്ടികളെ നോക്കാനായിട്ട് കുറച്ചും കൂടെ സമയം വേണമെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട്. അപ്പം ഞാൻ എക്സിറ്റ് ആയ ആ ഒരു ലെവലിൻ്റെ പേരാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ്. അതിന് ശേഷമുള്ള നെക്സ്റ്റ് എക്സിറ്റ് പോയിൻ്റാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ. ഫൈനൽ ലെവലാണ് മാസ്റ്റേഴ്സ് ഇൻ നഴ്സിംഗ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ സർട്ടിഫിക്കറ്റ് ലെവൽ മതിയായിരുന്നു ആ സമയങ്ങളിൽ ഒരു നഴ്സ് കൺസൾട്ടൻറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് നമുക്ക് വരാനായിട്ട്. ഞാൻ ചെയ്തത് യൂറോളജി ആൻഡ് കോണ്ടിനൻസ് മാനേജ്മെൻറ്റ് ആണെങ്കിൽ പോലും മറ്റു പല ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. അതായത് കാർഡിയോളജി, റെസ്പിറേറ്ററി, ഓൺകോളജി, മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, സിമിലർലി സ്ട്രോക്ക് നഴ്സ് കൺസൾട്ടൻസ്, അങ്ങനെയുള്ള പല കോഴ്സുകളുമുണ്ട്. അക്യൂട്ട് ഉണ്ട്, സർജിക്കൽ നഴ്സിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഏത് ഓപ്ഷനാണ് നമുക്ക് ഇഷ്ടമുള്ളതെന്ന് തിരഞ്ഞെടുത്ത് ഏതെങ്കിലും ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കും. കൂടാതെ നഴ്സ് ലീഡർഷിപ്പിൻ്റെ കോഴ്സുകളുണ്ട്, അഡ്വാൻസ്ഡ് നഴ്സ് പ്രാക്ടീഷണേഴ്സിൻ്റെ കോഴ്സുകളൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിൽ. ഇനിയും നേഴ്സ് കൺസൾട്ടൻറ്റും നേഴ്സ് പ്രാക്ടീഷണറും തമ്മിലുള്ള വ്യത്യാസം കൂടെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ.
നേഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ജോബ് ഓസ്ട്രേലിയയിൽ വന്നിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ഇല്ലാതിരുന്നത് ഇതിന് വർഷങ്ങൾക്ക് മുമ്പ്. എനിവേ, നേഴ്സ് പ്രാക്ടീഷണേഴ്സ് എന്ന് പറയുമ്പോൾ മെഡിക്കേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനും ഇൻവെസ്റ്റിഗേഷൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുമുള്ള എൻഡോഴ്സ്മെൻറ്റ് ആ നേഴ്സസിനുണ്ട്. വേറസ് നേഴ്സ് കൺസൾട്ടൻസിന് എല്ലാ മെഡിക്കേഷൻസും എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഇല്ല. എങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ റെക്കമെൻഡേഷൻസ് ലെറ്ററിൽ കൂടെ ഡോക്ടേഴ്സിനെ അറിയിക്കാനും ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്ത് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനുള്ള ഒരു റോളാണ് നേഴ്സ് കൺസൾട്ടൻറ്റിൻ്റേത്. ബെഡ് സൈഡ് നഴ്സിംഗിൽ നിന്നും വ്യത്യസ്തമായി ഒരു ക്ലിനിക്കിൽ ഔട്ട് പേഷ്യൻസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ലഭിക്കുന്ന ഫണ്ടിങ്ങിൻ്റെ അനുസരിച്ച് കമ്മ്യൂണിറ്റി, അതായത് പേഷ്യൻസിൻ്റെ റെസിഡൻസിലോ പോയി കാണുന്ന ജോലിയാണ് നേഴ്സ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി നഴ്സിംഗ് അല്ല ഇത്, പക്ഷേ ഒരു കൺസൾട്ടൻറ്റിൻ്റെ ജോബാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ റെഫറൽ വരുന്ന അനുസരിച്ച് നമ്മുടെ സ്പെഷ്യാലിറ്റിക്കുള്ള റെഫറൽ കിട്ടുമ്പോൾ അഡ്മിൻ സ്റ്റാഫ് അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഓരോ പേഷ്യൻസിനെയും അതാത് കാറ്റഗറിയിലേക്ക് തിരിച്ച് കൺസൾട്ടൻസിനെ കൊടുക്കും. നമ്മൾ ഒരു പേഷ്യൻറ്റിനെ ഇനിഷ്യൽ അസസ്മെൻറ്റ് 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയാണ് എടുക്കുന്നത്. കാരണം ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആയതുകൊണ്ട്. കൂടാതെ പേഷ്യൻസിന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് 6 to 8 വീക്സ് വരെ അപ്പോയിൻമെൻറ്റ്സ് കൊടുക്കും. വീണ്ടും അവരെ കാണും. ഓൾ ടുഗദർ ഒരു പേഷ്യൻ്റ് നമ്മുടെ കൂടെ ഒരു 3 to 4 months ആയിരിക്കും സെവറൽ ടൈംസ് നമുക്ക് അവരുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ളത്. പേഷ്യൻസിൻ്റെ അപ്പോയിൻമെൻറ്റിന് ശേഷവും അല്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്തതിന് മുമ്പോ നമ്മൾ അവരുടെ ലോക്കൽ ഡോക്ടറിന് ലെറ്റർ എഴുതുന്നു. ആ ലെറ്ററിൻ്റെ പേഷ്യൻസിനെ നമ്മൾ എന്താണ് ഇതുവരെ കണ്ടതെന്നും എന്താണ് അവരിൽ നമുക്ക് റെക്കമെൻഡേഷൻസ് കൊടുത്തിരിക്കുന്നതെന്നുമുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് എഴുതി ലോക്കൽ ഡോക്ടറിനെ നമ്മൾ അറിയിക്കണം. അതുപോലെ തന്നെ മറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻവോൾവ് ആണെങ്കിൽ, അതായത് ഫണ്ടിങ് ഓർഗനൈസേഷൻസ് ഒക്കെ ഇൻവോൾവ് ആണെങ്കിൽ അവരെയും നമ്മൾ ഈ ലെറ്റേഴ്സൊക്കെ എഴുതി അവരെയും പേഷ്യൻറ്റിൻ്റെ ഔട്ട്കം ഇൻഫോം ചെയ്യണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഒരു ഇൻപേഷ്യൻ്റ് നേഴ്സും നേഴ്സ് കൺസൾട്ടൻറ്റും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻപേഷ്യൻ്റായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. നമ്മളുടെ സൈഡിൽ മറ്റ് നേഴ്സസ് വർക്ക് ചെയ്യുന്നവരോട് നമുക്ക് ചോദിക്കാം. എന്നാൽ നേഴ്സ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന വ്യക്തി കുറേ കൂടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു റോളാണ്. ഇനിഷ്യലി ഹെൽപ്പ് വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കൂടെയുള്ള കൊളീഗ്സ് അറ്റ് ദാറ്റ് ടൈം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ യു ഹാവ് ടു വെയിറ്റ് അണ്ടിൽ ദേ കം ബാക്ക്. ഒന്നേ ഹോസ്പിറ്റൽ യൂഷ്വലി 3 to 4 അല്ലെങ്കിൽ മാക്സിമം 5 നേഴ്സസ് ആയിരിക്കും നമ്മുടെ റോളിൽ തന്നെ ചെയ്യുന്നവർ. വേറസ് ഇൻ ഇൻപേഷ്യൻ്റ് യൂണിറ്റ് യു ഹാവ് ഗോട്ട് സെവറൽ നേഴ്സസ് ടു ഹെൽപ്പ് യു, അല്ലേ? പിന്നെ അടുത്തതായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പേഷ്യൻസിനെ നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരെ കാണുന്നു. അന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് യു ഗോ ടു യുവർ ഹോം. പക്ഷേ നമ്മൾ നേഴ്സ് കൺസൾട്ടൻ്റ് ആയിരിക്കുമ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ അഡ്മിഷൻ മുതൽ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ആകുന്നതും വരെ ആ പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കായിരിക്കും ഉള്ളത്. സേ ഫോർ എക്സാമ്പിൾ ഒരു 3 to 4 months എങ്കിലും നമുക്ക് ഓരോ പേഷ്യൻറ്റുമായിട്ട് ഒരു കണക്ഷൻ കാണും. സം ഓഫ് ദ പേഷ്യൻസ് വുഡ് കം ബാക്ക് ടു യു. അടുത്ത വർഷങ്ങളിൽ ഈ സെയിം കാര്യങ്ങൾക്ക് വീണ്ടും അവരെ റെഫറൽ വരികയും അവരെ വീണ്ടും നമ്മൾ കാണാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. ഇനി മറ്റൊരു വ്യത്യാസം, നമ്മൾ ഇൻപേഷ്യൻ്റ് വാർഡിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് നേഴ്സ് രജിസ്റ്റേർഡ് നേഴ്സായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഷിഫ്റ്റ് വർക്ക് ഉണ്ടായിരിക്കും, നൈറ്റ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. വർക്ക് ലൈഫ് ബാലൻസിൽ ചെറിയൊരു മിസ്മാച്ച് അവിടെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഒരു നേഴ്സ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് Monday to Friday 9 AM to 5 PM ജോലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പബ്ലിക് ഹോളിഡേയ്സ് ആൻഡ് വീക്കെൻഡ്സും നമുക്ക് അവധിയായിരിക്കും. വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒരു കൺസൾട്ടൻറ്റ് ജോബാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനി സാലറി വൈസ് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനെക്കാട്ടിലും നേഴ്സ് കൺസൾട്ടൻസിന് കുറച്ചും കൂടെ അടുത്ത ഒരു ഗ്രേഡ് ആയതുകൊണ്ട് സാലറീസ് കുറച്ചും കൂടെ കൂടുതൽ കിട്ടാനായിട്ടുള്ള ഒരു ചാൻസാണ് ഉള്ളത്. എന്നിരുന്നാൽ തന്നെയും ഷിഫ്റ്റ് വർക്കേഴ്സിന് ഈവനിങ് ഡ്യൂട്ടിക്കും നൈറ്റ് ഡ്യൂട്ടിക്കും അതുപോലെ തന്നെ പബ്ലിക് ഹോളിഡേ വീക്കെൻഡ്സ് ഒക്കെ ചെയ്യുന്നതിന് അവർക്ക് പെനാൽറ്റി റേറ്റ് കിട്ടും. അതായത് ഒരു ബോണസ് എമൗണ്ട് എല്ലാ അവറിലും അവരുടെ സാലറിയിൽ അത് കിട്ടുന്നതായിരിക്കും. വേറെ കൺസൾട്ടൻസിന് 9 to 5 ആയതുകൊണ്ട് നമുക്ക് പെനാൽറ്റി റേറ്റ് ഇല്ല, വീക്കെൻഡ് അലവൻസുകളില്ല.
എന്നാലും പബ്ലിക് ഹോളിഡേയിൽ നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിലും യു വിൽ ബി പെയ്ഡ്. സേ ഫോർ എക്സാമ്പിൾ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്നൊരു നേഴ്സാണെങ്കിൽ മൺഡേ പബ്ലിക് ഹോളിഡേ ആണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സാലറി ഫോർ ദാറ്റ് മൺഡേ. അങ്ങനെ ഒരു വ്യത്യാസങ്ങളൊക്കെ ഈ 2 കാറ്റഗറി തമ്മിൽ നോക്കിയാലും ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളോടൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഈ റോളിൽ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചവർക്കായിട്ട് ഞാൻ ഫേസ് ചെയ്ത 2 ചലഞ്ചസ് ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് വൺ, നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. ഒരു ഫാസ്റ്റ് പേസ്ഡ് മൂവ്മെൻറ്റ് അവിടെ ഉണ്ടായിരിക്കും. വേറെ നമ്മളൊരു കൺസൾട്ടൻ്റായിട്ട് മാറുമ്പോൾ നമ്മളൊരു റൂമിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകും. വളരെ സ്ലോ മൂവിങ് ആണ്. വളരെ ചെറിയ മൂവ്മെൻറ്റൊക്കെ മാത്രമേ അവിടെ ഉണ്ടാകാറുള്ളൂ. അപ്പം ഈ ഒരു മൂവ്മെൻറ്റ് വളരെ ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് വളരെ ക്വയറ്റായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇനീഷ്യൽ ഡേയ്സിൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എങ്കിൽ തന്നെയും അത് പെട്ടെന്ന് ഞാൻ അതിനോട് യൂസ്ഡ് ആകാനായിട്ട് എനിക്ക് സാധിച്ചു. ഇനിയും രണ്ടാമതൊരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനായിട്ടുള്ളത്, it was a big learning curve. The world of consultancy is a quite different and it's a big difference from what you have practiced before. Analyzing data, writing reports, അല്ലെങ്കിൽ മാനേജിങ് പ്രൊജക്ട്സ്, റിസർച്ചിൽ ഇൻവോൾവ് ആകുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് രണ്ടാമതായിട്ട് എനിക്ക് ചെയ്യേണ്ടിയിരുന്നത്. ബട്ട് ലക്കിലി എൻ്റെ നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗിൽ കിട്ടിയ ആ ഒരു യുണീക്ക് പെർസ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ടല്ലോ നമുക്ക് നഴ്സിംഗിൽ നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചൊക്കെ ഉള്ളത്, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ എന്നെ ഈ ഒരു കൺസൾട്ടൻസി ജോബിൽ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ചലഞ്ചും ഓവർകം ചെയ്യാനായിട്ട് വളരെ കാലതാമസം ഇല്ലാതെ തന്നെ എനിക്ക് സാധിച്ചു എന്ന് തന്നെ പറയാനായിട്ട് പറ്റും. ഇനി കോഴ്സൊക്കെ പഠിക്കാൻ ഈസിയാണോ, നമുക്ക് റെക്കഗ്നീഷൻ ഉണ്ടോ, നമ്മൾ ഓവർസീസിൽ നിന്ന് വന്ന നേഴ്സസ് അല്ലേ, നമ്മളെ ആൾക്കാർ വാല്യൂ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നവരോടുള്ള ഒരു മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, യു ഹാവ് ടു പ്ലാൻ എഹെഡ്. നമ്മൾ വളരെ നേരത്തെ തന്നെ പ്രോസ് ആൻഡ് കോൺസ് എഴുതി വെച്ച് തന്നെ പ്ലാൻ ചെയ്യുക. എനിക്കെപ്പോഴും അങ്ങനെ ഒരു ശീലമാണുള്ളത്. എന്തൊരു കാര്യം ലൈഫിൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പും കുറേ ദിവസങ്ങൾ ഞാൻ അതിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യും. ഐ വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ഡൗൺ. എനിക്ക് എന്തൊക്കെ മനസ്സിൽ തോന്നുന്നോ അതെല്ലാം അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും എഴുതി വെച്ച് സെവറൽ ടൈംസ് അനലൈസ് ചെയ്ത് മാത്രമാണ് ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ കടക്കാറുള്ളത്. സോ പ്ലാൻ എഹെഡ് എന്ന് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർക്കേണ്ടത്, ഏത് റോളാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അത് നമുക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കുക, നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കണം. സേ ഫോർ എക്സാമ്പിൾ, എനിക്കൊരു നേഴ്സ് കൺസൾട്ടൻ്റ് ആകണം, എനിക്ക് ഷിഫ്റ്റ് വർക്ക് ഇനി വേണ്ട, എനിക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു കാർഡിയോളജി നഴ്സിംഗ് ഫീൽഡിൽ നിന്ന് അവിടെ വേക്കൻസി കുറവാണ് നേഴ്സ് കൺസൾട്ടൻസിന് എന്ന് പറഞ്ഞ് നമുക്കൊരു ഡിമെൻഷ്യ കെയർ അഡ്വൈസറായിട്ട് പോകാനായിട്ട് ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ. അപ്പം നമുക്കുള്ള ആ എക്സ്പീരിയൻസിൻ്റെ സെക്ടറിൽ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ തിങ്ക് ചെയ്ത് നോക്കാം. ഇനിയും നേഴ്സ് കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്പെക്റ്റും വാല്യൂവും ഒക്കെ. യെസ്, റെസ്പെക്റ്റും വാല്യൂവും ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോഴെങ്കിലുമൊക്കെ പേഷ്യൻസിൻ്റെ ഫ്രസ്ട്രേഷൻ കേൾക്കാനായിട്ട് നമുക്ക് ഇടവരും. സീറോ ടോളറൻസ് ആണ് ഓസ്ട്രേലിയ, സീറോ ടോളറൻസ് പോളിസി എന്ന് പറയുന്ന കാര്യം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ പേഴ്സണലി, നമ്മൾ ഒറ്റയ്ക്ക് മാത്രമേ അവിടെ ഉള്ളല്ലോ, അതെങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളതും നമ്മൾ വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അങ്ങനത്തെ സാഹചര്യങ്ങൾ വളരെ കുറവായിട്ട് മാത്രമേ എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ. ഫേസ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, വളരെ കുറവായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഓർഗനൈസേഷൻ നമ്മളെ വളരെ സപ്പോർട്ടീവായിട്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. ഇനിയും ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ചെറിയ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു തന്നുവെന്ന് മാത്രം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഇൻഫോർമൽ കോൺവെർസേഷൻ ആയിരിക്കും നമ്മളിന്ന് ചെയ്യുന്നതെന്ന്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കുന്ന അനുസരിച്ച് ഞാൻ അത് മറ്റൊരു വീഡിയോയിൽ കൂടെ അതിനെ റെസ്പോണ്ട് ചെയ്യാം. ഇനിയും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കാനും മറക്കരുത്. പിന്നെ ഈ ചലഞ്ചസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ പോകുന്നതിന് മുമ്പ്. നമുക്ക് പഠിക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പാർട്ട് ടൈം ആയിട്ട് പഠിച്ചാൽ മതിയെന്ന് പറഞ്ഞല്ലോ. ഫാമിലി സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനായിട്ട് പാർട്ട് ടൈം ആയിട്ട് പഠിക്കുക. സ്ലോലി നമ്മൾ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പഠിക്കും. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നിർത്തിവെച്ച
ആ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് ലെവലിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഞാൻ ഫർദർ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് വളരെ വർഷങ്ങൾ എടുത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. യു ക്യാൻ ഡു ഇറ്റ് സ്ലോലി. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളും ചെയ്ത ജോണറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നഴ്സിംഗ് കരിയറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാനിന്ന് ചെയ്തത്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ് അസ്. ബൈ.